വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൺ. ഗണേശോത്സവമൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ 1-2 വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ഗണേശ കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ഗോഡാണ് ഗണേശ. അതുകൊണ്ട് തന്നെ ഞാൻ വിവിധ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ഓരോ വെറൈറ്റി ഗണേശൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. അതുപോലെ വാങ്ങിക്കൊണ്ട് വെച്ചവയാണ് ഇവയൊക്കെ. പിന്നെ നമ്മൾ ഗണേശോത്സവത്തിന് വഴിയരികിലൊക്കെ കാണാറുണ്ടല്ലോ ഗണേശൻ്റെ വിഗ്രഹങ്ങളൊക്കെ വെക്കുന്നത്. അവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നും കൂടി ഇന്ന് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ബാംഗ്ലൂരിൽ ഒരു പോട്രി ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കളിമൺ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത്. ഞങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ ആയത് കാരണം പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയിരുന്നു. ആ സമയത്തെടുത്ത കുറച്ച് വീഡിയോസും കൂടി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ താരം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഗണേശയുടെ ശില്പമാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഗണേശ മോഡലാണിത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം നമുക്ക് പുറത്ത് പോയി ഗണേശ വിഗ്രഹങ്ങൾ വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് പേടിയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ കുഞ്ഞ് ഗണേശ എനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. ചേച്ചി മഹാബലിപുരം പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നതാണ്. അതുപോലെ ഓരോരോ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾക്കും ഓരോരോ കഥകളും ഓരോരോ സ്ഥലത്തു നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നവയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഗണേശ കളക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് പോട്രി ടൗണിലേക്ക് പോകാം. ബാംഗ്ലൂരിലെ പോട്രി ടൗൺ എന്ന സ്ഥലത്താണ് എല്ലാ കളിമൺ ശില്പങ്ങളും അതുപോലെ തന്നെ കളിമൺ പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ മണ്ണ് കുഴച്ചെടുക്കുന്നത് മുതൽ ഗണേശ വിഗ്രഹം റെഡിയായി വരുന്നതിലുള്ള കാര്യങ്ങൾ ഏകദേശമുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മോൾഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായിടവും കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. എല്ലാ വീടിൻ്റെയും മുകളിലും ഉൾവശത്തും ഒക്കെ ഗണേശ വിഗ്രഹങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മൺപാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. എല്ലാ വീട്ടിലെയും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അതിന് പെയിന്റ് അടിക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉണക്കാൻ വെക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. കണ്ടോ, ഇതുപോലെ എല്ലാ വീടിൻ്റെയും മുൻവശത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഗണപതിയുടെ വിഗ്രഹങ്ങളാണ് കാണുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗണേശ വിഗ്രഹം എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.